നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ എടുക്കുമ്പോഴേ ഇത് വിട്ട് വരുന്നുണ്ട്. ഒന്നും പറയണം, സൂപ്പർ ടേസ്റ്റ്. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് മസാല ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. ബീഫ് അരിഞ്ഞിരിക്കുന്നത് ഏകദേശം ഈ ഒരു ക്യൂബ് സൈസിലായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിനെഗർ വേണം. മസാല സോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്കമുളകിൻ്റെ അരി, കടുകിൻ്റെ അരി എടുത്തു വച്ചിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് പെരിഞ്ജീരകം, 4 ഏലക്ക. ഇതെല്ലാം കൂടി നമുക്ക് വിനെഗറിൽ ഇട്ടിട്ട് കുതിർത്ത് വെക്കാം. ഏകദേശം 1 മണിക്കൂറിന് ശേഷം നമുക്കത് നന്നായിട്ട് പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. ഇതെല്ലാം കുതിർന്ന രീതിയിൽ വേണം, വെള്ളം നന്നായിട്ട് മുങ്ങിക്കിടക്കണം. അതോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു 10 കശുവണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഏകദേശം 1 മണിക്കൂർ കുതിർത്തി വെക്കാം. ഇതേ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. അതോടൊപ്പം ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ചൊറുക്ക എളുപ്പത്തിൽ വേകാൻ വേണ്ടിയിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 3 വിസിൽ വരെ അടിക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അടപ്പത്തോട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിനി അത് മാറ്റി ഒരു പാത്രത്തിൽ സെപ്പറേറ്റ് ആക്കി വെക്കാം. ഇതേ സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലിൻ്റെ സോസ് അടിച്ചു കൊണ്ടുവന്ന് വെക്കാം. അതോടൊപ്പം 3 പീസ് പൈനാപ്പിളും അടിച്ച് ഗ്രേവി ആയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലാദ്യം കടുക് താളിച്ചതിന് ശേഷം കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അടിച്ചു വെച്ച പേസ്റ്റ് ഇട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു പച്ച മണം ഇതിന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിളും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ കൂട്ടി യോജിപ്പിക്കാം. ഇപ്പോൾ ഏകദേശം പൈനാപ്പിളും സവാളയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുക്കറിലെ ബാക്കിയുള്ള വെള്ളം, അതായത് നമ്മൾ ബീഫ് അഴിച്ചെടുത്ത അതിലെ ഗ്രേവി വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ബീഫ് മസാല റെഡിയായിട്ടുണ്ട്. കുറച്ച് നേരം ആ മസാല ഒന്ന് വേകാനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മസാലിൻ്റെ ഗ്രേവി ഇട്ട് കൊടുക്കാം. നമ്മൾ അടിച്ചു വെച്ച പേസ്റ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം.